അപ്പോൾ എങ്ങനെയാ ഇന്ന് ഫോറം മോളിലേക്കൊരു യാത്രയായാലോ? ഹായ് ഗൈസ്, എന്തല്ല സുഖമല്ലേ എല്ലാവർക്കും? നമ്മൾ ഫോറം മോളിലെ മസ്റ്റാർഡ് ഫാഷൻ സ്റ്റോറിലാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഐ ഗോട്ട് എ കൊളാബറേഷൻ വിത്ത് ദിസ് ബ്രാൻഡ്. സോ അതിൻ്റെ റിട്ടേൺ ആയി ഇവർ എനിക്കൊരു വൗച്ചർ തന്നായിരുന്നു. അത് മുതലാക്കാനായി അവരുടെ ഫോറം മോളിലെ ഷോപ്പിലാണ് ഞാൻ വന്നത്. ഇവർക്ക് ലുലു മോളിലും ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നീട് എൻ്റെ ശരീരത്തിന് ഇണങ്ങുന്ന ഇവരുടെ വസ്ത്രങ്ങൾ ഞാൻ ധരിക്കുന്ന ചടങ്ങുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡ്രസ് ട്രയലിംഗ്, മലയാളത്തിൽ പറഞ്ഞാൽ വസ്ത്രപരീക്ഷ. ആക്ച്വലി ഇവർക്ക് നല്ല കളക്ഷൻസ് ആണുള്ളത്. ഐ ലൈക്ക് ദെയർ പ്രോഡക്ട്സ് ആൻഡ് ഓൾ. കാഷ്വൽസ് ആയാലും ഫോർമൽസ് ആയാലും പാർട്ടി വെയർ ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ഫോർ ദ മണി. അപ്പോഴേക്കും ഊണ് കഴിക്കേണ്ട സമയമായിരുന്നു. വേറെയും കുറച്ച് പരിപാടികൾ ഉള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഞം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എക്സ്പ്ലോർ ചെയ്യാനായി പോയപ്പോഴേക്കാണ് ആ മഞ്ഞ കളറുള്ള എന്നെ മാടി വിളിച്ചിട്ടുണ്ടായത്. ആസ് യൂഷ്വൽ മക്ടിയിലെ ബർഗറിന് എങ്ങനെ വേണ്ടാന്ന് വെക്കും. ഈ ലാവണ്ടർ മരത്തിന്റെ താഴെ ഇരിക്കുന്ന ബോർഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഗോകുൽ ഗോപകുമാർ എന്നൊരു പാട്ടുകാരന്റെ കച്ചേരി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നൈക്കയിൽ പോയി ലിപ്സ്റ്റിക്ക് തപ്പണം എന്ന വ്യാജേനെ കുറച്ച് ബ്ലഷ് ട്രൈ ചെയ്തു. ലിപ്സ്റ്റിക്കിനെയാണല്ലോ നമ്മളിപ്പോൾ ബ്ലഷ് ആക്കാറ്. ഏത് മേക്കപ്പിൽ വേറെ ഒരു പ്രോഡക്റ്റ്സും എനിക്ക് ഇഷ്ടമില്ലെങ്കിലും ലിപ്സ്റ്റിക്കും ബ്ലഷും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു ബ്രൈറ്റ് കളർ ഇട്ടാൽ ഞാൻ ബ്രൈറ്റ് ആയിരിക്കും. ഐ സെഡ് ഓക്കെ. ഫൈനലി ആ ചേച്ചി എനിക്ക് നൈസായിട്ടൊരു ഷെയ്ഡ് പറഞ്ഞു തന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് വാങ്ങിച്ചു. അങ്ങനെ അവിടെ നിന്നും വിട പറഞ്ഞ് ഇൻസ്റ്റഗ്രാമത്തിൽ 20,000 ഫോളോവേഴ്സ് അതിൻ്റെ സന്തോഷത്തിൽ ലിവൈസ് കയറി ഒരു ജീൻസ് പാൻറ് വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. ഈ കുട്ടി ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ബൈ.